പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം യൂണിറ്റ് 2 ആസിഡുകളും ബേസുകളും. പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 എല്ലാവരും പോയി കാണണം. ഇതിൻ്റെ കൂടെ ചോദ്യോത്തരങ്ങളും നോട്ട്സൊക്കെ നൽകുന്നുണ്ട്. പരീക്ഷണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പരീക്ഷണങ്ങൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പരീക്ഷണമാണ് ചെയ്യുന്നത്. നാരങ്ങാ നീരിലേക്ക് പതിമുഖം വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ എന്ത് നിറം മാറ്റാണ് സംഭവിക്കുന്നത് നോക്കൂ. മഞ്ഞ നിറമായി മാറി അല്ലേ. ഇനി നമുക്ക് ശാസ്ത്ര കിറ്റിലെ പദാർത്ഥങ്ങളുമായി പരീക്ഷിച്ച് നോക്കാം. തെളിഞ്ഞ ചുണ്ണാമ്പു ലായനി, തെളിഞ്ഞ അപ്പക്കാര ലായനി, മോര്, നാരങ്ങ നീര്, പുളിവെള്ളം, വിനാഗിരി എന്നിവയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇവയിലേക്ക് പതിമുഖം വെള്ളം ഒഴിച്ച് നോക്കിയാലോ. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കണേ. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി ഇവയിലേക്ക് ചേർത്തപ്പോൾ വെള്ളത്തിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. നാരങ്ങ നീര്, മോര്, പുളിവെള്ളം, വിനാഗിരി ഇവയിലേക്ക് പതിമുഖം വെള്ളം ഒഴിച്ചപ്പോൾ എന്ത് നിറം മാറ്റം വന്നത്? മഞ്ഞ നിറമായി മാറി അല്ലേ. ആസിഡിനെ തിരിച്ചറിയാൻ പതിമുഖം വെള്ളം ഒരു സൂചകമാണ്. മക്കളെ മനസ്സിലായില്ലേ? ഇനി നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. ലിറ്റ്മസിന് ഒരു പകരക്കാരൻ. ഒരു വെള്ള കടലാസിൻ്റെ ഈ വശത്തും ചുവന്ന ചെമ്പരത്തിപ്പൂവ് നന്നായി ഉരച്ചു പിടിപ്പിക്കുക. എന്ത് നിറമായി മാറിയിട്ടുണ്ട്? നീല അല്ലേ. ഇത് ഉണക്കിയെടുത്ത് നീല ലിറ്റ്മസ് പേപ്പറിന് പകരമായി ഉപയോഗിക്കാം. ഇത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കി നോക്കൂ. പേപ്പറിൻ്റെ നിറം ചുവപ്പായി മാറിയില്ലേ. ഇത് ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരമായും ഉപയോഗിക്കാം. ഈ ലിറ്റ്മസ് പേപ്പറിനെ നമ്മുടെ ശാസ്ത്ര കിറ്റിലെ ദ്രാവകങ്ങളുമായി പരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങൾ മുക്കിയാൽ അവ ചുവപ്പായി മാറുകയും ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങൾ മുക്കിയാൽ നീല നിറമാവുകയും ചെയ്യും. അടുത്തത് സൂചകങ്ങൾ എന്താണെന്ന് നോക്കാം. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. അത് ആദ്യം സൂചകം പഠിച്ചു അല്ലേ. പതിമുഖം വെള്ളം അതും ഒരു സൂചകമാണ്. മക്കളെ, ഇത് ചുവന്ന ചെമ്പരത്തിപ്പൂവ് തേച്ച് പിടിപ്പിച്ച് ഉണക്കിയെടുത്തൊരു ലിറ്റ്മസ് പേപ്പറാണ്. ഇത് തെളിഞ്ഞ ചുണ്ണാമ്പു ലായനിയിൽ മുക്കിയെടുത്തപ്പോൾ നീല നിറത്തിന് മാറ്റം സംഭവിച്ചില്ല. ആസിഡ് സ്വഭാവമുള്ള നാരങ്ങാ നീരിൽ മുക്കിയെടുത്തപ്പോൾ ചുവന്ന നിറമായി മാറി. കണ്ടോ? ഇത് ചുവന്ന ലിറ്റ്മസ് പേപ്പറായും ഉപയോഗിക്കാം. നെക്സ്റ്റ്, ലബോറട്ടറി സൂചകങ്ങൾ. നമ്മൾ പരിചയപ്പെട്ട നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പുറമെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ് ഫിനോഫ്താലിനും മീഥൈൻ ഓറഞ്ചും. ഫിനോഫ്താലിൻ ബേസ് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്ത് നോക്കൂ. എന്തെല്ലാം നിറമാറ്റം കാണാം? ഫിനോഫ്താലിൻ ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്ത് നോക്കിയാൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്താൽ അത് പിങ്ക് നിറമായി മാറും. അതുപോലെ മീഥൈൻ ഓറഞ്ച് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്താൽ ചുവപ്പ് നിറമായി മാറുകയും ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്താൽ മഞ്ഞ നിറമായി മാറുകയും ചെയ്യും. മക്കളെ, ഇനി പട്ടിക നോക്കൂ. വിനാഗിരി പുളിരുചിയുള്ളതാണ്, ആസിഡാണ്. ആസിഡിൽ ഫിനോഫ്താലിൻ ഒഴിച്ചപ്പോൾ മാറ്റം സംഭവിച്ചില്ല. മീഥൈൻ ഓറഞ്ച് ഒഴിച്ചപ്പോൾ ചുവപ്പ് നിറമായി മാറി. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, ഇത് ബേസാണ്, പിങ്ക് നിറമായി. ഫിനോഫ്താലിൻ ചേർത്തപ്പോൾ പിങ്ക് നിറമായി. മീഥൈൻ ഓറഞ്ച് ചേർത്തപ്പോൾ മഞ്ഞ നിറമായി മാറി. നാരങ്ങാ നീരിൽ ഫിനോഫ്താലിന് മാറ്റം സംഭവിച്ചില്ല. മീഥൈൻ ഓറഞ്ച് ചുവപ്പ് നിറമായി. സോപ്പ് വെള്ളത്തിൽ ഫിനോഫ്താലിൻ ഒഴിച്ചപ്പോൾ പിങ്ക് നിറമായി. മീഥൈൻ ഓറഞ്ച് ചേർത്തപ്പോൾ മഞ്ഞ നിറമായി. തെളിഞ്ഞ അപ്പക്കാര ലായനി, ഇതിൽ ഫിനോഫ്താലിൻ ചേർത്തപ്പോൾ പിങ്ക് നിറമായി മാറി. മീഥൈൻ ഓറഞ്ച് ചേർത്തപ്പോൾ മഞ്ഞ നിറമായി. ഇന്ന് എന്ത് മനസ്സിലാക്കാം? ആസിഡുകളിൽ ഫിനോഫ്താലിന് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഫിനോഫ്താലിന് ആസിഡിൻ്റെ സൂചകമായി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നത്? മീഥൈൻ ഓറഞ്ച്, നീല ലിറ്റ്മസ് പേപ്പർ. ബേസിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നവ ഏതെല്ലാം? മീഥൈൻ ഓറഞ്ച്, ഫിനോഫ്താലിൻ, ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഇവയൊക്കെ. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുമെന്നും ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുമെന്നും പഠിച്ചു.
ഇനി ഇവയ്ക്ക് മറ്റെന്തെങ്കിലും സ്വഭാവമുണ്ടോ? വിനാഗിരി, നാരങ്ങാനീര്, മോര്, പുളി ഇവയ്ക്കൊക്കെ പുളി രുചിയാണ്. കുളിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ സോപ്പിൻ്റെ അംശം കലർന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് രുചിയാണ് തോന്നിയിട്ടുള്ളത്? അല്ലേ? സോപ്പ്, അപ്പക്കാരം ഇവയ്ക്ക് കാര രുചിയാണുള്ളത്. എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണുള്ളത്. എല്ലാ ബേസുകൾക്കും കാര രുചിയാണുള്ളത്. ഇനി നമ്മുടെ ശാസ്ത്ര കിറ്റിലെ ഓരോ ദ്രാവകങ്ങളും കൈവിരലിൽ മുക്കിയെടുത്തിട്ട് കൂട്ടി ഉരച്ച് നോക്കൂ. ഏതെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത്? സോപ്പ് വെള്ളം, അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, തെളിഞ്ഞ ചാരവെള്ളം. ഇപ്പോൾ നമുക്ക് ബേസുകളുടെ മറ്റൊരു സ്വഭാവം മനസ്സിലായി. വഴുവഴുപ്പുള്ള സ്വഭാവമാണ്. പിന്നെന്താണ്? കാര രുചിയാണ്. ഇനി നമുക്ക് ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സവിശേഷതകൾ പട്ടികപ്പെടുത്തി നോക്കാം. ഇവയുടെ രുചി: ആസിഡുകൾക്ക് പുളി രുചിയാണുള്ളത്, ബേസുകൾക്ക് കാര രുചിയാണുള്ളത്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ബേസുകളോ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. ബേസുകൾക്ക് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നു, ആസിഡുകൾക്ക് അനുഭവപ്പെടുന്നില്ല. ഇതാ ഈ കോളത്തിൽ നൽകിയിട്ടുള്ള വായിക്കാം. സാർവിക സൂചകം, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത്. ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. മക്കളെ, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പുളിരുചിയുള്ളവയെല്ലാം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, അല്ലേ? അത് ആസിഡുകളാണ്. നൽകിയിട്ടുള്ളവയിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ ഏതെല്ലാമാണ്? ഓറഞ്ച്, കഞ്ഞിവെള്ളം, കട്ടൻ ചായ, ഇരുമ്പൻ പുളി, മുന്തിരി നീര്, തക്കാളി നീര്, തേങ്ങാവെള്ളം. ഇവയൊക്കെ നമ്മൾ ഭക്ഷണമാക്കുന്ന സാധനങ്ങളാണ്, അല്ലേ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്ന ദ്രാവകങ്ങൾ: ഓറഞ്ച് നീര്, അല്ലേ? അതിന് പുളി രുചിയുണ്ട്. ഇരുമ്പൻ പുളി, മുന്തിരി നീര്, തക്കാളി നീര്. ഇതിനൊക്കെ കാരണം എന്താണ്? ഇവയ്ക്കൊക്കെ പുളി രുചിയാണ്. പേരിനു പിന്നിൽ പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുക. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകളുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോര്, തൈര്, ലാക്റ്റിക് ആസിഡ്. വിനാഗിരി, അസറ്റിക് ആസിഡ്. നാരങ്ങ, സിട്രിക് ആസിഡ്. പാളൻപുളി, ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ, മാലിക് ആസിഡ്. നെല്ലിക്ക, അക്സോർബിക് ആസിഡ്. തക്കാളി, ഓക്സാലിക് ആസിഡ്. ഇവ വൺ വേർഡിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ പഠിച്ചു വെക്കണേ. നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലേ? വിറ്റാമിൻ സി എന്നത് അക്സോർബിക് ആസിഡാണ്, അല്ലേ? അക്സോർബിക് ആസിഡിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കക്ക് പുളിരുചി നൽകുന്നത്. അക്സോർബിക് ആസിഡിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കക്ക് പുളിരുചി നൽകുന്നത്. പാല് തൈരാകുമ്പോൾ പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിന് കാരണം ആസിഡിൻ്റെ സാന്നിധ്യമാണ്. പാല് തൈരാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് ആസിഡ് സ്വഭാവം വരുന്നത്? പാലിനെ നമ്മൾ എങ്ങനെയാണ് തൈരാക്കി മാറ്റുന്നത്? തിളപ്പിച്ചാറിയ പാലിലേക്ക് അല്പം തൈര് ഒഴിക്കും. ഇതിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ഇവ പാലിൽ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. തൈരിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ ഏത്? ലാക്ടോബാസിലസ്. തൈരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ്. പാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. പഠിക്കാൻ എളുപ്പമുണ്ട്, അല്ലേ? ഒക്കെ ലാക്റ്റ് വന്നതുകൊണ്ട് USS ക്ലാസ്സുകളിൽ വിശദമായിട്ട് നൽകാം കേട്ടോ, ജനറൽ നോളജിനെ കുറിച്ചൊക്കെ. ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷമാണ് മിക്ക സ്കൂളുകളിലും USSന് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. നന്നായി പഠിക്കണേ. ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. വീര്യം കൂടിയ ആസിഡുകളും ബേസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ആസിഡുകൾ:
ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകൾ: കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതായത് ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്. ഇവയൊക്കെയാണ് വീര്യം കൂടിയ ആസിഡുകളും ബേസുകളും. പത്ര കട്ടിങ്സ് നൽകിയിട്ടുണ്ട്. ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ആനക്കയം: ആസിഡ് തെറിച്ചു വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പരിക്കേറ്റു. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിൻ്റെ ടിൻ തുറന്നപ്പോഴാണ് അപകടം. വീര്യം കൂടിയ ആസിഡുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ വീഴുന്നത് ശ്രദ്ധിക്കണം. രാസവസ്തുക്കൾ പലതും അപകടകാരികളാണ്. എങ്കിലും വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണ ആവശ്യങ്ങൾക്കും അവ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്. മണത്തു നോക്കാൻ പാടില്ല. രുചിച്ചു നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. ഇവയൊക്കെയാണ് വീര്യം കൂടിയ ആസിഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേൽ പറഞ്ഞല്ലോ. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ആസിഡ് വീണാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേശ്ശെ ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തു വിടാനും കഴിവുണ്ട്. അതുകൊണ്ട് അവ നമ്മുടെ ശരീരത്തിൽ വീണാൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. പൊള്ളലേറ്റത് ഗുരുതരമാണെങ്കിൽ വേഗം ആശുപത്രിയിൽ എത്തിക്കണം. മക്കളെ, ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാറില്ലേ? എന്താണ് അതിനു കാരണം? ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഒരു ആസിഡ് ഉണ്ട്. ഏതാണ്? ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയത്. ഇനി ലബോറട്ടറിയിലുള്ള ആസിഡുകളും ബേസുകളും നേർപ്പിച്ച് പരീക്ഷണം നടത്താം. ഏതെല്ലാം ആസിഡുകളും ബേസുകളും എടുക്കാം, ഏതെല്ലാം സൂചകങ്ങൾ എടുക്കാം? ഈ പട്ടിക നോക്കൂ. 2 ആസിഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. ബേസുകൾ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. സൂചകങ്ങൾ: ഫസ്റ്റ് മീഥൈൻ ഓറഞ്ച്. മീഥൈൻ ഓറഞ്ച് ആസിഡുകൾ ഉപയോഗിച്ചാൽ ഇളം പിങ്ക് നിറമോ ചുവപ്പ് നിറമോ ആയി മാറും. ബേസുകളിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസുകളിൽ ഉപയോഗിച്ചാൽ ഇളം മഞ്ഞ നിറമായി മാറും. 2 ഫിനോഫ്താലിൻ. ഫിനോഫ്താലിന് നിറവ്യത്യാസം, ആസിഡുകളിൽ നിറവ്യത്യാസം വരുന്നില്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് ബേസുകളിൽ പിങ്ക് നിറമായി മാറും. 3 നീല ലിറ്റ്മസ് പേപ്പർ. ഇത് ആസിഡുകളിൽ ഉപയോഗിച്ചാൽ ചുവപ്പ് നിറമായി മാറും. ബേസുകളിൽ നിറവ്യത്യാസം വരുന്നില്ല. 4 ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ. അത് ആസിഡുകളിൽ ഉപയോഗിച്ചാൽ നിറവ്യത്യാസം വരുന്നില്ല. ബേസുകളിൽ നീല നിറമായി മാറും. ഇവിടെ വീര്യം കൂടിയ ആസിഡുകളും ബേസുകളാണ് എടുത്തിട്ടുള്ളത്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിക് പൊട്ടാഷ്. നമ്മുടെ ശരീരത്തിലും ആസിഡ് ഉണ്ട്. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചിരിച്ചിൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവയാണ് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. മക്കളെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അല്ലാഹ്.